കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം അതിന് പ്രാധാന്യമുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അതായത് മൂന്നാമത്തെ ടൈം അധികാരത്തിൽ വന്ന മോദി സർക്കാരിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷനായ കോൺഗ്രസ് പാർട്ടി അവർ പറയുന്ന നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിനും പ്രാധാന്യമുണ്ട്. അന്തർദേശീയ തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതായത് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്ന ബ്രിട്ടനിൽ ഈ കാശ്മീർ ഇഷ്യൂ അന്തർദേശീയ തലത്തിലോട്ട് വീണ്ടും കൊണ്ടുവരുവാൻ വേണ്ടി, കാശ്മീരിൽ സമാധാനമില്ല, അവിടെ ഫ്രീഡം, അതായത് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള സംഭവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ കൂടുതൽ അതിനെ ലൈം ലൈറ്റിലോട്ട് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഇഷ്യൂസ്. അതായത് അശാന്തിയുടെ അക്രമത്തിൻ്റെയും ഫയറിങ്, ബ്ലാസ്റ്റ്, ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുന്നു, അതിൻ്റെ എല്ലാം പിറകിലുള്ള പുതിയ സംഭവം. ഇനി നമുക്കെടുക്കാം എന്താണ് ഈ അടുത്തിടയ്ക്ക്, അതായത് 5ഓളം ധീര ജവാന്മാരാണ് വീരമൃത്യു മരിച്ചത്. ഇന്നലെ 2 ദിവസം മുമ്പ് വീണ്ടും അതുണ്ടായി. അതായത് അവിടെ പിൽഗ്രിം യാത്ര നടക്കാൻ പോവുകയാണ്. അതുപോലെ ഇൻ്റർനാഷണൽ ബോഡികൾ അന്തർദേശീയ തലത്തിലും കാശ്മീർ, അതായത് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇല്ലാതായി. ആ ഒരു ധാരണയുള്ള സമയത്താണ് വീണ്ടും മോദി അധികാരത്തിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഉണ്ടായില്ല. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി കാണിച്ച ചില കോലാഹലങ്ങൾ, ഇന്നലെ ഖർഗെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് അതിനു മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇവരുടെ എല്ലാം ഒറ്റ ധാരണയുള്ളൂ, കാശ്മീരിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ പോലും നടത്തരുത്. സുപ്രീം കോടതി അത് പറഞ്ഞിരിക്കുകയാണ്, ഗവൺമെൻറ്റിനോട് ഇലക്ഷൻ നടത്തണം. ഇപ്പം എന്താണ് ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇവർക്ക് ഈ കാശ്മീരി ടെററിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യൻ പട്ടാളത്തിന് കിട്ടിയത് അമേരിക്കൻ നിർമ്മിത തോക്കുകളാണ്. അപ്പോൾ ചോദ്യമുണ്ടാവും, എങ്ങനെയാണ് അമേരിക്കൻ നിർമ്മിത തോക്കുകൾ കാശ്മീർ ഭീകരൻ്റെ ഭാഗത്തോട്ട് പോയത്? അതായത് ബേസിക്കലി അവർ ഉപയോഗിക്കുന്ന AK-47, അതായത് അത് പാകിസ്ഥാനും അവിടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് കിട്ടുന്ന ഗ്രേ മാർക്കറ്റിൽ നിന്ന് സാധനമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് എങ്ങനെയാണ് അമേരിക്കൻ നിർമ്മിത തോക്കുകൾ അവരിൽ കിട്ടുന്നു, അമേരിക്കൻ നിർമ്മിത ഗ്രനേഡുകൾ അവർ യൂസ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്. ഇത് ബേസിക്കലി ഉണ്ടായേക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അവിടെ സൈന്യത്തെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി കൊടുത്ത വെപ്പൺസ് ഈ താലിബാൻ പിടിച്ചെടുത്ത സമയത്ത് പിന്നെ ഈ സൈന്യം, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും സെൽഫ് ഡിഫെൻസിൻ്റെ ആൾക്കാർ ഇതൊക്കെ റോഡിൽ കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അതായത് ഇന്ന തോക്കിന് ഇത്രയേ ഉള്ളൂ. സിഗ്നൽ ഏറ്റവും വെൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസാണ്. അതേപോലെ ഗ്രനേഡുകളൊക്കെ വിൽക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ പോയി ഈ പാകിസ്ഥാനിൽ നിന്നുള്ള, അതായത് ഇന്ത്യയിൽ കയറി അറ്റാക്ക് ചെയ്യും ഈ ടെററിസ്റ്റുകൾ, അത് രണ്ടോ മൂന്നോ ഭാഗം മറിഞ്ഞിട്ടാണ് ഈ ടെററിസ്റ്റുകളുടെ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അമേരിക്കൻ വെപ്പൺസ് ഈ കാശ്മീരിലോട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. അതായത് ഇന്ത്യ ആക്രമിച്ച ഭീകരന്മാരെയും അതിനെ സപ്പോർട്ട് ചെയ്തവരെ ഇന്ത്യ അവിടെ പ്രത്യാക്രമണത്തിൽ കൂടെ പല രീതിയിലാണ് അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലോബലായിട്ടും യുണൈറ്റഡ് നേഷനിലാണെങ്കിൽ ഇൻ്റർനാഷണൽ ഫോറത്തിലും വലിയൊരു വിഷയമായി. അതായത് ആരൊക്കെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതായത് പാകിസ്ഥാൻ ടെറൈൻ ഉപയോഗിച്ച്, അതായത് ഇവിടെ അറ്റാക്ക് ചെയ്യുക, അവിടെ പോയി ഒളിക്കുക, അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അണ്ടർ കവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചത്തിലാണ് വീണ്ടും കാശ്മീരിൽ ഈ ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടി ആളില്ല എന്നൊരു തോന്നലിലോട്ട് വരുന്നത്. നേരത്തെ ഇന്ത്യയിൽ ആക്രമണം ചെയ്ത് പാകിസ്ഥാനിലോട്ട് പോകുന്ന ഈ ഭീകരന്മാർ, അതായത് തീവ്രവാദികൾ, പാകിസ്ഥാനിൽ ഇവർക്ക് സർവ്വവിധമായ എല്ലാ സപ്പോർട്ടീവ് സിസ്റ്റവും അവിടെ കിട്ടുമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇവർ പബ്ലിക്കായിട്ട് പണം പിരിക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പണം അയച്ചു കൊടുക്കുന്ന പാകിസ്ഥാനിലാണ്. ഇവരുടെ രാജകീയമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കൗണ്ടർ ഓപ്പറേഷൻ നടത്തുകയും ഇവർ പിന്നെ പരസ്യമായിട്ട് എവിടെയും പറയാൻ തുടങ്ങിയില്ല. ഈ പണപ്പിരിവും പരിപാടികളൊക്കെ ഏകദേശം അങ്ങ് നിർത്തിവെച്ചു. കാരണം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ ഇവർ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും പറഞ്ഞെടുത്തോളം അവിടെ ഉണ്ടായിരുന്ന, കാശ്മീരിലുണ്ടായിരുന്ന പല തീവ്രവാദികൾ, അതായത് നേരത്തെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നവർ
മുഴുവൻ കാശ്മീരിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇന്ത്യൻ കാശ്മീരിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള കാശ്മീരിനെ, ഫ്രീഡം ഓഫ് കാശ്മീരിനെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകളെ ഉണ്ടാക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഇവർ കയറി കഴിയുകയാണ്. ഇവിടെയാണ് സൈന്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാകരുത്. ആരാണ് ഭീകരപ്രവർത്തകരെയും തീവ്രവാദികളെയും കൊല്ലുവാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരെ പൂർണ്ണമായിട്ടും അവർക്കെതിരെ നിയമ നടപടി, അവരെ നശിപ്പിക്കുകയും ചെയ്യണം. അതായത് ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള കൗണ്ടർ ഓപ്പറേഷൻ കാശ്മീരിൽ ആവശ്യമാണ്. കാരണം ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യുക, ഇന്ത്യ ഇൻ്റർനാഷണലി തകർക്കുക, കാശ്മീരിൽ വീണ്ടും അശാന്തിയുടെ നാളുകൾ കൊണ്ടുവരിക, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന്, അതായത് ഇന്ത്യ ഗവൺമെൻറ് വീക്കാന്ന് കോൺഗ്രസ് പറയുന്നു, ഡിസംബറിൽ രാജിവെക്കുമെന്ന് പറയുന്നു, മറ്റുള്ള പാർട്ടികൾ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. അപ്പുറത്ത് നിങ്ങൾ അന്തർദേശീയ തലത്തിൽ കാശ്മീരിനെ പിന്തുണച്ച ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഇതെല്ലാം മാറ്റർ ചെയ്ത് പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടാക്കി വീണ്ടും കാശ്മീർ ലൈം ലൈനിലോട്ട് കൊണ്ടുവരികയാണ് ഇവരുടെ ഉദ്ദേശം. അത് ആൻറ്റി ഇന്ത്യ എലമെൻ്റാണ് ഇവരുടെ ഉദ്ദേശം. ഇവിടെ സൈന്യം ശക്തമായ രീതിയിൽ ഇടപെട്ട്, അതായത് മനസ്സിലാക്കേണ്ട ഒരു ഉദ്ദേശം, ഇത് കാശ്മീർ ഇഷ്യൂ പെട്ടെന്നൊന്നും തീരത്തില്ല, ഇറ്റ് വിൽ ഗോ ലോങ്. അപ്പം ഇതിനകത്ത് കൗണ്ടർ ഒഫൻസീവ് എന്ന് പറയുന്നത് വളരെ വ്യക്തവും കൃത്യവുമായിരിക്കണം. ആരൊക്കെ പിന്തുണയ്ക്കുന്നു അവനെയും ഇല്ലാതാക്കണം. ആ രീതിയിൽ പോയാൽ മാത്രമേ കാശ്മീരിൽ പൂർണ്ണമായ സമാധാനം കിട്ടുകയുള്ളൂ. അവസാനം ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കാശ്മീരിൽ പഴയതിനേക്കാളും വലിയ പിന്തുണ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ ഗവൺമെൻറ്റിനും കിട്ടി. അപ്പോൾ അതിനെ കുറയ്ക്കുക, അവിടെ അശാന്തി ഉണ്ടാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഫോറിൻ ടെറർ എന്ന് പറയുന്ന സംഭവം വീണ്ടും കാശ്മീരിൽ ഓപ്പറേഷൻ തുടങ്ങിയത്.